വെൽക്കം ടു ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡു യു മീൻ ബൈ ഗുഡ് വിൽ? ലിസ്റ്റ് ഔട്ട് എനി 2 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗുഡ് വിൽ. ഇപ്പോൾ ഗുഡ് വിൽ എന്താണ്, ഗുഡ് വില്ലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അപ്പോൾ ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ്. It is the reputation of the firm. നോക്കാം നമുക്ക്. Goodwill is the value of reputation of a firm in respect of profits expected in future over and above the normal rate of profit. അപ്പോൾ ഗുഡ്വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഫേമിന്റെ റെപ്യൂട്ടേഷൻ ആണ്. ഇൻ റെസ്പെക്ട് ഓഫ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പ്രോഫിറ്റ്സ് എക്സ്പെക്റ്റഡ്. ഫ്യൂച്ചറിൽ എത്ര പ്രോഫിറ്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഓവർ ആൻഡ് എബോവ് നോർമൽ റേറ്റ് ഓഫ് പ്രോഫിറ്റ്. നോർമൽ റേറ്റ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള മറ്റ് സ്ഥാപനങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലാണ് നമുക്ക് എന്തുണ്ടെന്ന് പറയാം? ഗുഡ് വിൽ ഉണ്ട്, റെപ്യൂട്ടേഷൻ ഉണ്ടെന്ന് പറയാം. ഇറ്റ് ഈസ് ദി പ്രസന്റ് വാല്യൂ ഓഫ് എ ഫേംസ് ആന്റിസിപ്പേറ്റഡ് എക്സസ് ഏർണിംഗ്സ്. നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഇറ്റ് ഈസ് ദി പ്രസന്റ് വാല്യൂ ഓഫ് എ ഫേംസ് ആന്റിസിപ്പേറ്റഡ് എക്സസ് ഏർണിംഗ്സ്. It can also be stated as the extra value attached to the net worth of a business. ഒരു ബിസിനസിന്റെ നെറ്റ് വർത്ത് കൂടുന്നതിനെയാണ് നമ്മൾ ഗുഡ് വിൽ എന്ന് പറയുന്നത്. It enables a business concern to earn more profit on the capital employed by attracting more customers. റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഗുഡ് വിൽ ഉള്ള ഒരു സ്ഥാപനമാണെങ്കിൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ അത് അട്രാക്ട് ചെയ്യും. സോ ഇറ്റ് ഈസ് ആൻഡ് ഇൻവിസിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവിസിബിൾ ആണ് അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് ആണ്. ഇനി നമുക്ക് നോക്കാം ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഗുഡ് വിൽ. ആ പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. ഫസ്റ്റ് പോയിന്റ് ഫേവറബിൾ ലൊക്കേഷൻ. സെക്കൻഡ് വൺ നേച്ചർ ഓഫ് ബിസിനസ്, എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ്, ടൈം ഫാക്ടർ, ദെൻ ക്യാപിറ്റൽ റിക്വയർമെന്റ്. പോയിന്റ്സ് നോക്കുക. ഫേവറബിൾ ലൊക്കേഷൻ, ബിസിനസ് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് റെപ്യൂട്ടേഷൻ കൂടും. നേച്ചർ ഓഫ് ബിസിനസ്, ഇപ്പോൾ സ്റ്റേബിൾ ഡിമാൻഡ് ഉള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ, അത്തരം ബിസിനസ് ആണെങ്കിൽ, അതായത് സ്റ്റേബിൾ ഡിമാൻഡ് ഉണ്ട്, കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുന്ന ബിസിനസ്. മാനേജ്മെന്റ് എഫിഷ്യന്റ് ആണെങ്കിലും അവിടെ എന്ത് ചെയ്യും? പ്രൊഡക്ടിവിറ്റി, പ്രോഫിറ്റബിലിറ്റി ഒക്കെ ഏറ്റവും കൂടുതലായിരിക്കും, അതിനും റെപ്യൂട്ടേഷൻ ഉണ്ടാവും. ദെൻ ടൈം ഫാക്ടർ. ടൈം ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു റണ്ണിങ് ബിസിനസ് ആണെങ്കിൽ, ദീർഘനാളായിട്ട് പ്രോഫിറ്റബിൾ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അതിന് റെപ്യൂട്ടേഷൻ ഹൈ ആയിരിക്കും. ദെൻ ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്. എ ബിസിനസ് വിച്ച് റിക്വയർസ് ലെസർ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വിൽ ഹാവ് മോർ ഗുഡ് വിൽ ദാൻ വൺ വിത്ത് ഹൈ ക്യാപിറ്റൽ റിക്വയർമെന്റ്. കൂടുതൽ ക്യാപിറ്റൽ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ചെറിയ ക്യാപിറ്റലിൽ കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ആയിരിക്കും ഗുഡ് വില്ല് കൂടുതലുണ്ടായിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2022 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 11. സ്റ്റേറ്റ് എനി 2 സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ഗുഡ് വിൽ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം ഈസ് വാല്യൂഡ്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ഗുഡ് വിൽ വാല്യൂ ചെയ്യുന്ന സർക്കംസ്റ്റാൻസസ് എപ്പോഴൊക്കെയാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ഗുഡ് വിൽ വാല്യൂ ചെയ്യാന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആൻസർ നോക്കാം. ദി സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ഗുഡ് വിൽ ഈസ് വാല്യൂഡ് ഓർ റീവാല്യൂഡ് ഇൻ എ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആർ: ഫസ്റ്റ് പോയിന്റ് ഓൺ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ. ഓൺ റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ, ഒരു പാർട്ട്ണർ സ്ഥാപനത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ. ഓൺ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, ഒരു പാർട്ട്ണർ മരിക്കുമ്പോൾ. വെൻ ദർ ഇസ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അതായത് പാർട്ട്നേഴ്സ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോയിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ. വെൻ 2 or more ഫേംസ് അമാൽഗമേറ്റഡ്, 2 ഫേം കൂടിച്ചേർന്ന് ഒരു ബിസിനസ് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ. വെൻ എ ഫേംസ് ബിസിനസ് ഇസ് ഡിസോൾഡ് ഓർ സോൾഡ് ടു എ കമ്പനി, ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ഒരു കമ്പനി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുവെങ്കിൽ ഈ സാഹചര്യങ്ങളിലെല്ലാം എന്ത് ചെയ്യുന്നു? ഗുഡ് വിൽ വാല്യൂ ചെയ്യുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്: സർക്കംസ്റ്റൻസസ് അണ്ടർ വിച്ച് ഗുഡ് വിൽ ഈസ് വാല്യൂഡ്, അല്ലെങ്കിൽ നീഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ.